നമസ്കാരം. വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ലൈഫ് മിഷൻ സിഇഒ UV ജോസിനെ ഇന്ന് രണ്ടാം വട്ടവും ചോദ്യം ചെയ്യും. ഇഡിയുടെ ചോദ്യം ചെയ്യൽ ശിവശങ്കറിന്റെ സാന്നിധ്യത്തിലായിരിക്കും. യൂണിടാക്കിന് കരാർ നൽകാൻ ശിവശങ്കർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് സൂചന. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നുണ്ട്. ശ്രീനാഥ്, കേൾക്കാമെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ? ഈ യൂണിടാക്കിന് കരാർ നൽകാൻ ഏതെങ്കിലും തരത്തിൽ ശിവശങ്കറിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായോ എന്ന് കണ്ടെത്തുക മാത്രമാണോ ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ ഉദ്ദേശം? വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UV ജോസിനെ രണ്ടാം വട്ടം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ 4 കാര്യങ്ങളാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. പത്സയുടെ നിർമ്മാണ കരാർ യൂണിടാക്കിന് നൽകാൻ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ്? ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഹാബിറ്റാറ്റിനെ ഒഴിവാക്കി യൂണിടാക്കിന് കരാർ നൽകാൻ ശിവശങ്കറിന് പ്രതിഫലം ലഭിച്ചിരുന്നോ? ശിവശങ്കറിനെ കൂടാതെ സർക്കാരിലെ മറ്റാരെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇഡി ഇപ്പോൾ അന്വേഷിക്കുന്നത്. പദ്ധതി സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പിട്ടത് സംസ്ഥാന സർക്കാരും ദുബൈയിലെ റെഡ് ക്രസന്റ് എന്ന സംഘടനയുമായാണ്. എന്നാൽ നിർമ്മാണ കരാർ ഒപ്പിട്ടത് UAE കോൺസൽ ജനറലും യൂണിടാക്കും തമ്മിലാണ്. സർക്കാർ അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ കരാർ നൽകാവൂ എന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. മാത്രമല്ല, ഇതിനായി ലിമിറ്റഡ് ടെൻഡർ വിളിക്കണം എന്നും നിർദ്ദേശിച്ചിരുന്നു. ഈ 2 നിർദ്ദേശങ്ങളും അട്ടിമറിക്കപ്പെട്ടത് ശിവശങ്കറിന്റെ സമ്മർദ്ദത്താലാണ് എന്നാണ് ഇഡിയുടെ നിഗമനം. ഇപ്പോൾ ശിവശങ്കർ ഇഡിയുടെ കസ്റ്റഡിയിലുണ്ട്. UV ജോസിന്റെ സാന്നിധ്യത്തിൽ ശിവശങ്കറിൽ നിന്ന് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എൻഫോഴ്സ്മെന്റ് തയ്യാറെടുക്കുന്നത്. ഇന്ന് എൻഫോഴ്സ്മെന്റ് ശിവശങ്കറിനെയും UV ജോസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീനാഥ്, ഈ 4.5 കോടി രൂപ കമ്മീഷനായി ലഭിച്ചിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. അതും ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകുമോ? ഇതും അന്വേഷണ പരിധിയിലില്ലേ? തീർച്ചയായിട്ടും 4.5 കോടി രൂപ കമ്മീഷനായി ലഭിച്ചു. അതേപോലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഐഫോൺ സംബന്ധിച്ച കാര്യങ്ങളുമുണ്ട്. ഐഫോൺ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി യൂണിടാക് എന്ന കമ്പനിയാണ് ഐഫോൺ വിതരണം ചെയ്തത്. അതിലൊരേ ഐഫോൺ കിട്ടിയത് ശിവശങ്കറിനാണ്. ഇത്തരത്തിൽ 4.5 കോടി രൂപ സ്വപ്നയ്ക്ക് കമ്മീഷനായി നൽകുന്നു. സ്വപ്ന വഴി അത് പലരിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ശിവശങ്കറിന് കമ്മീഷനായി ഐഫോൺ ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ പണമായും ശിവശങ്കറിന് ഈ കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് UV ജോസിനെ കൂടെ വിളിച്ചു വരുത്തിയ ശേഷം ഒരുമിച്ച് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ ശിവശങ്കറിനെ പെട്ടെന്ന് കള്ളം പറഞ്ഞ് ഒഴിയാനുള്ള പഴുതില്ലാതാക്കിയാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. ശ്രീനാഥ്, കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഈ ഐഫോൺ ലഭിച്ചവരിൽ ശിവശങ്കറുമുണ്ട്. അത് ഉപയോഗിച്ചിരുന്നത് ശിവശങ്കറാണ്. സ്വപ്നയ്ക്ക് കമ്മീഷനായി സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോൺ. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇഡി വ്യക്തത വരുത്തുമോ? തീർച്ചയായിട്ടും ഇഡി അക്കാര്യം പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇഡിക്ക് നേരത്തെ ശിവശങ്കർ തന്നെ എഴുതി ഒപ്പിട്ട് നൽകിയിരുന്നു തന്റെ കൈവശം ഒരു ഐഫോൺ ഉണ്ടെന്ന്. ആ ഐഫോൺ ഇപ്പോൾ ഈ കമ്പനി നൽകിയതാണ്, ഈ നിർമ്മാണ കമ്പനി നൽകിയതാണ്, യൂണിടാക് നൽകിയതാണ് എന്നുള്ളതിന് വ്യക്തത കൈവന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യൂണിടാക് ഇത്തരത്തിലൊരു ഐഫോൺ ശിവശങ്കറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് നൽകണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കരാറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെയോ പ്രതിഫലമായിട്ടാണ് എന്നുള്ളതാണ് ഇഡി കരുതുന്നത്. മാത്രമല്ല, ഇത് ഏതാണ്ട് 1 ലക്ഷത്തോളം വിലയുള്ള ഐഫോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ മൊഴിയെടുക്കേണ്ടതുണ്ട്. ശിവശങ്കറിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഫലം നൽകേണ്ട സാഹചര്യമുണ്ടായത്? ഈ പ്രതിഫലം വാങ്ങിയതിന് പ്രത്യുപകാരമായി ശിവശങ്കർ എന്താണ് തിരിച്ചു നൽകിയത് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ അഴിമതിയുടെ തുടക്കമായിട്ടാണ് ഇഡി കരുതുന്നത്. മാത്രമല്ല, പണമായിട്ടും ശിവശങ്കറിലേക്ക് പൈസ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നുണ്ട്. ശരി, ശ്രീനാഥാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആദ്യം തന്നെ നമ്മൾ നൽകുന്നത്. ഇന്ന് UV ജോസിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശിവശങ്കറിനെയും UV ജോസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനും ഇഡിയുടെ പദ്ധതിയുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനുകളിൽ നൽകാനാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ബംഗളൂരുവിലെ ഇഡി കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരിയെ കാണാൻ അനുമതി തേടി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി സഹോദരൻ ബിനോയ്. ബന്ധുക്കൾക്കും അഭിഭാഷകർക്കും ബിനീഷിനെ കാണാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം. ഇന്ന് തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്നലെ ചീഫ് ജസ്റ്റിസിനെ നേരിൽ കണ്ട് ഹർജി നൽകാനും ബിനോയ് ശ്രമിച്ചിരുന്നു. സരുണെ ജോസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സരുൺ, ഇന്ന് തന്നെ ബിനോയ് കോടതിയെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ബിനീഷിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏത് തരത്തിലായിരിക്കും? ബംഗളൂരുവിൽ ഇഡി കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരിയെ കാണാൻ അനുമതി തേടിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയെ. അനുമതി തേടി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സഹോദരൻ ബിനോയ്. ബന്ധുക്കൾക്കും അഭിഭാഷകർക്കും ബിനീഷിനെ കാണാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം. ഇന്ന് തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സരുൺ, കേൾക്കാമെങ്കിൽ ഇന്ന് തന്നെ ബിനോയ് കോടതിയെ സമീപിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അർഷിത, ഇന്നലെ വൈകിട്ട് 5:30 കൂടിയായിരുന്നു ബിനോയ് കോടിയേരിയും അഭിഭാഷകരും ബിനീഷ് കോടിയേരിയെ കാണാൻ ബംഗളൂരുവിലെ ഇഡി ഓഫീസിൽ എത്തിയത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അനുമതി നൽകിയില്ല. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ ബിനീഷിനെ കാണാമെന്നായിരുന്നു ഇവരുടെ മറുപടി. പിന്നീട് ഉദ്യോഗസ്ഥരുമായി ഏറെ തർക്കത്തിന് ശേഷമാണ് ബിനോയും അഭിഭാഷകരും അവിടെ നിന്ന് മടങ്ങിയത്. രാത്രി കർണാടക ചീഫ് ജസ്റ്റിസ് അഭയ് ശ്രീനിവാസയുടെ വസതിയിലെത്തി നേരിട്ട് ഹർജി നൽകാൻ ബിനോയ് ശ്രമിച്ചു. എന്നാൽ ഇന്ന് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ച സുരക്ഷാ ജീവനക്കാർ ബിനോയിയെ മടക്കി അയക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ ബിനീഷിനെ കാണണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് ബിനോയ് കോടിയേരിയുടെ നീക്കം. ഇന്നലെ 12 മണിക്കൂറോളം സമയമാണ് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. അർഷിത. ശരി, സരുണെ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. മുന്നാക്ക സംവരണത്തിൽ പ്രത്യക്ഷ സമരവുമായി സമസ്ത. നവംബർ 2-ന് കോഴിക്കോട്ട് നേതൃസംഘവും അവകാശ പ്രഖ്യാപനവും നടത്താനാണ് തീരുമാനം. സാമ്പത്തിക സംവരണത്തിനെതിരെ സമരം സവർണർക്കെതിരല്ലെന്നും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെയാണെന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു. സാമ്പത്തിക സംവരണം പിന്നോക്ക വിഭാഗങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. എന്നാൽ അത് ലംഘിക്കപ്പെട്ടു. സമസ്തയുടെ സമരം സവർണർക്കെതിരല്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നും നേതാക്കൾ പറഞ്ഞു. പിന്നോക്കക്കാർക്കുള്ള സംവരണം കവർന്നെടുത്ത് മുന്നോക്കക്കാർക്ക് നൽകുന്നുവെന്നാണ് സമസ്തയുടെ പരാതി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണ്. സംവരണീയരെ ഇത് ബാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞതും ഗവൺമെന്റ് സമൂഹത്തെ അറിയിച്ചതും. സമരം അല്ലെങ്കിൽ നീക്കം ഒരിക്കലും സവർണർക്കെതിരല്ല. മുന്നോക്ക സംവരണം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ അമിത താൽപര്യം കാണിക്കുകയാണെന്നും സമസ്ത കുറ്റപ്പെടുത്തുന്നു. കേസുകൾ കഴിയുന്നതുവരെ മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പാക്കിയ എല്ലാ നടപടിക്രമങ്ങളും മരവിപ്പിക്കണമെന്നതടക്കമുള്ള 6 ആവശ്യങ്ങൾ സമസ്ത ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അറിയിക്കാൻ സംസ്ഥാന നേതാക്കൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കാണും. നവംബർ 2-ന് കോഴിക്കോട്ട് നേതൃസംഗമവും അവകാശ പ്രഖ്യാപനവും നടക്കും. നവംബർ 6-ന് വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം 10 ലക്ഷം ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ന്യൂസ് 18 കോഴിക്കോട്. പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കിയതിലൂടെ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ തുറന്ന പോരിനൊരുങ്ങി ശോഭാ സുരേന്ദ്രൻ. വിവാദങ്ങളോട് നേതൃത്വം മൗനം തുടരുകയാണെങ്കിലും പാലക്കാട് ജില്ലയ്ക്ക് സമാനമായി കൂടുതൽ പേർ പാർട്ടി വിടുമോ എന്ന ആശങ്ക ബി.ജെ.പി. നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാർട്ടിയിലുണ്ടായ പുതിയ വിവാദങ്ങൾ ബി.ജെ.പിക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ വിമത നീക്കത്തോട് നേതൃത്വം മൗനം പാലിക്കുകയാണെങ്കിലും കടുത്ത പ്രതിസന്ധിയാണ് സംസ്ഥാന ബി.ജെ.പിക്ക് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പാലക്കാടിന് സമാനമായി കൂടുതൽ പേരുടെ രാജി ഉണ്ടാകുമോ എന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്ന പ്രശ്നം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ പാർട്ടിയിലുണ്ടായ അസ്വാരസ്യങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നതാണ് പ്രതിസന്ധി. അടുത്തു ചേരുന്ന കോർ കമ്മിറ്റി യോഗം പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. എൻ്റെ ഒരു സമീപനം, ഞാൻ പ്രസിഡന്റായി ഇത്രയും കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, പാർട്ടിയെ സംബന്ധിച്ചുള്ള ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 16 വർഷമായി ദേശീയ കൗൺസിൽ അംഗമായിരുന്ന തന്നെ ഇത്തവണ ഒഴിവാക്കിയതിന് പിന്നിൽ ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷും V മുരളീധരനുമാണെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പരാതി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വൈസ് പ്രസിഡന്റ് ആക്കിയതോടെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെട്ടില്ല. പുനഃസംഘടനയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഇടപെടലുണ്ടായില്ല.
സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന തന്നെ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ പോലും ബന്ധപ്പെട്ടില്ലെന്ന പരാതിയും ശോഭാ സുരേന്ദ്രനുണ്ട്. തുടർച്ചയായി അവഗണിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിനെതിരെ പരസ്യ നീക്കത്തിന് തയ്യാറായത്. ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെ ഇടപെട്ടിട്ടുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ബിജെപി ആലത്തൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 3 പ്രാദേശിക നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. മണ്ഡലം കമ്മിറ്റിയിലെ പ്രാദേശിക നേതൃത്വം വ്യാപകമായി പണപ്പിരിവും അഴിമതിയും നടത്തുന്നുവെന്നാരോപിച്ചാണ് രാജി. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ബിജെപി ആലത്തൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രകാശിനി നാരായണൻ, OBC മോർച്ച മണ്ഡലം ട്രഷറർ കെ നാരായണൻ, RSS മുഖ്യ ശിക്ഷക് N വിഷ്ണു എന്നിവരാണ് ബിജെപിയിൽ നിന്നും രാജിവെച്ചത്. പാർട്ടിയുടെ പേരിൽ പ്രാദേശിക നേതാക്കൾ നടത്തുന്ന അനധികൃത പണപ്പിരിവ് ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പ്രകാശിനി നാരായണൻ പറഞ്ഞു. നമ്മൾ ഈ നാട്ടിൽ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട് നമ്മളെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റിയിരുത്തുകയും ഈ പാർട്ടിയിൽ ഒന്നും ചെയ്യാതെ പോകുന്നതിൽ അപ്പുറം എനിക്ക് ഈ പാർട്ടിയിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം വേസ്റ്റാക്കുന്നതിനെക്കാട്ടിയും നമ്മൾ രാജിവെക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. കരാറുകാർ, വ്യവസായികൾ, മതസ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും പണം വാങ്ങിയാണ് പ്രാദേശിക നേതാക്കൾ അഴിമതി നടത്തുന്നതെന്നും ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടും നടപടിയില്ലെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇത്തരമൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുത്തു. വലിയ സംസ്ഥാനങ്ങളിലെ മികച്ച ഭരണത്തിനുള്ള പദവി ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവയാണ് 1ാം സ്ഥാനത്ത്. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ പബ്ലിക് അഫയേഴ്സ് സെന്റർ തയ്യാറാക്കിയ പട്ടികയിലാണ് ഭരണമികവിൽ കേരളം 1ാമതെത്തിയത്. കാര്യക്ഷമത, നിയമവാഴ്ച തുടങ്ങിയ മാനദണ്ഡങ്ങളും വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ മികവും അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിക. വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടകം സംസ്ഥാനങ്ങൾ ആദ്യ 4 സ്ഥാനത്തെത്തി. തുടർച്ചയായ 4ാം വട്ടമാണ് കേരളം നേട്ടം കൈവരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ സംസ്ഥാനങ്ങളാണ് ഏറ്റവും പിന്നിൽ. ഗോവ, മേഘാലയ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്തെത്തി. മണിപ്പൂർ, ഡൽഹി, ഉത്തരാഖണ്ഡ് എന്നിവയാണ് പിന്നിൽ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചണ്ഡീഗഡാണ് മുന്നിൽ. ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമേകുന്നതാണ് ഈ നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പേർക്ക് കൂടി കോവിഡ്. ഇതിൽ 5789 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചപ്പോൾ 85 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. തൃശൂർ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 1096 പേർക്കാണ് ജില്ലയിൽ രോഗബാധ. മലപ്പുറത്ത് 761 പേർക്കും, കോഴിക്കോട് 722 പേർക്കും, എറണാകുളത്ത് 674 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരേക്കാൾ കൂടുതൽ പേർക്ക് സംസ്ഥാനത്ത് നിന്ന് രോഗശമനമുണ്ടായി. 7828 പേർക്ക് രോഗം ഭേദമായി. 9565 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 53981 സാമ്പിളുകൾ പരിശോധിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിരോധനാജ്ഞ 15 ദിവസം കൂടിയാണ് നീട്ടിയത്. ഇന്ന് നിരോധനാജ്ഞ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. മറ്റു ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും ജില്ലാ കളക്ടർമാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിരോധനാജ്ഞയുടെ ഭാഗമായി രോഗവ്യാപനം തടയാനായെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ലെന്ന് പോലീസ്. കുറ്റപത്രം വൈകുന്ന സാഹചര്യത്തിൽ പ്രതികൾ ആലപ്പുഴ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനിരിക്കെയാണ് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പ്രതികരണവുമായി എത്തിയത്.
പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 60 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിനായി ആലപ്പുഴ വിചാരണ കോടതിയെ സമീപിക്കുന്നത്. കുറ്റപത്രം വൈകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. എന്നാൽ 300ഓളം കേസുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലും ജാമ്യം ലഭിക്കില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികൾ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി. നടക്കുന്ന കാര്യമല്ലോ, വേറെ കേസ് കിടക്കുകയാണ്. വേറെ ഇപ്പം കേസിൽ ഇനിയിപ്പോൾ ഒരു കേസ് കഴിഞ്ഞ് ഇപ്പം നമുക്കറിയാം 5-ാം പ്രതിയെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഒരു കേസിന് വേണ്ടിയാണ് ജാമ്യം എടുത്തിരുന്നത്. അല്ല, അറസ്റ്റ് പറ്റത്തില്ല പറഞ്ഞിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിൻ്റെ അതിൻ്റെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലാണ്ടത്. അപ്പോഴാണ് നമ്മൾ വേറെ കേസിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തും കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നടത്തുന്നതിനാലാണ് കുറ്റപത്രം വൈകുന്നത്. ഇതിനിടെ പോപ്പുലർ തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ കോന്നി പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. 56 ലക്ഷം തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേളയിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ സജീവമായി തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രധാനപ്പെട്ട വ്യക്തികളെയും സുഹൃത്തുക്കളെയും കണ്ട് വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അധ്യാപക സംഘടനാ നേതാവ് AG ഒലീന മേയർ സ്ഥാനാർത്ഥിയാകും. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. എങ്കിലും സീറ്റ് ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ചുവരെഴുത്തും പുരോഗമിക്കുന്നു. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കാണ് മുൻഗണന. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ആര്യ സുരേന്ദ്രനാണ് മുടവൻ മുകളിലെ CPM സ്ഥാനാർത്ഥി. അത്യാവശ്യം കുറച്ച് പേരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അധികം ആരും കണ്ടിട്ടില്ല. പ്രാദേശികമായി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വാർഡിൽ ഇടപെടാനാണ് വിചാരിക്കുന്നത്. വഞ്ചിയൂരിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ബാബുവിന്റെയും സാക്ഷരതാ മിഷൻ ഡയറക്ടർ PS ശ്രീകലയുടെയും മകൾ ഗായത്രി ബാബുവും പ്രചരണം തുടങ്ങി. ഗവേഷക വിദ്യാർത്ഥിയാണ് എഴുത്തുകാരി കൂടിയായ ഗായത്രി. ഇലക്ഷൻ പ്രചരണമായിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇന്ന് മുതൽ ആരംഭിക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പോൾ കുറച്ച് സെലക്റ്റഡായ വീടുകളിൽ കയറുക, അല്ലെങ്കിൽ കടകളിൽ കയറുക, അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. മാധ്യമ വിദ്യാർത്ഥിനി ശരണ്യയാണ് കണ്ണമൂല വാർഡിലെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി എൻ്റെ പ്രദേശത്ത് തന്നെ നിൽക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ സാധിച്ചാൽ. മറ്റു വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. സംസ്ഥാന സമിതി അംഗം TN സീമ മത്സരിക്കില്ലെന്നുറപ്പായതോടെ അധ്യാപക സംഘടനാ നേതാവും സാംസ്കാരിക പ്രവർത്തകയുമായ ഒലീനയെ മേയറാക്കാനാണ് CPM നീക്കം. കുന്നുകുഴി വാർഡിൽ ഒലീന മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് മുന്നണി തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് നൽകാൻ ഇടതുമുന്നണിയിൽ ധാരണ. തർക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണത്തെ വിജയസാധ്യത ആകും പരിഗണിക്കുക. ജോസ് കെ മാണി മുന്നണിയിലെത്തിയതോടെ പല സീറ്റുകളും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് CPI. ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലെത്തിയ ശേഷമുള്ള ആദ്യ യോഗമാണ് കോട്ടയത്ത് ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനമായിരുന്നു പ്രധാന അജണ്ട. പാർട്ടികൾക്ക് വിജയിച്ച സീറ്റുകൾ നൽകാൻ തത്വത്തിൽ ധാരണയായി. ഏതെങ്കിലും സീറ്റുകളിൽ തർക്കമുണ്ടായാൽ ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കും. ആദ്യം പൊതുവായ ചർച്ചകൾ ഊന്നി മാറാതെ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ആദ്യം വിഷയം മുന്നിട്ട് നിർത്തി ചർച്ച ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നിച്ചുകൂടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരമാണ് ഇടതുമുന്നണി കൂടുതൽ ഗൌരവമായി കാണുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയായി ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ. പാലായിൽ വിജയിച്ചതോടെ NCPയും ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ചോദിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ജോസ് കെ മാണി വന്ന സാഹചര്യത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക CPIക്കുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് പാർട്ടി. ന്യൂസ് 18 കോട്ടയം. 2 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട സമീപനം സംബന്ധിച്ച് പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരടിന്മേൽ അന്തിമ തീരുമാനമായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങളിലും സീറ്റ് ധാരണയ്ക്കും തീരുമാനമായേക്കും. സ്വർണ്ണക്കടത്ത് കേസ് ഇന്നലെ യോഗം ചർച്ച ചെയ്തിരുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും കേന്ദ്ര കമ്മിറ്റി പിന്തുണ അറിയിച്ചു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുന്നതായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്നും CCയിൽ അഭിപ്രായം ഉയർന്നു. ബിനീഷ് കോടിയേരി വിഷയം ചർച്ച ചെയ്തില്ല.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇന്ന് 77ാം പിറന്നാൾ. ജന്മദിനത്തിൽ ആഘോഷങ്ങൾക്ക് ഉമ്മൻചാണ്ടിക്ക് പതിവില്ല. ഈ ജന്മദിനത്തിൽ ഗ്ലോബൽ മലയാളികളുടെ കൂട്ടായ്മ ഉമ്മൻചാണ്ടിയെ ആദരിക്കും. ആൾക്കൂട്ടങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് എന്നും ആവേശം. എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാകുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരാഘോഷവും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുമില്ല. ഇത്തവണ പക്ഷേ പതിവ് തിരക്കുകൾ പോലും ഇല്ലാതെയാണ് പിറന്നാൾ ദിനം കടന്നുപോകുന്നത്. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി വീട്ടിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകും. രാവിലെ മുതൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമെത്തി ആശംസകൾ അറിയിക്കും. ജന്മദിനമായ ഇന്ന് ലോക മലയാളി സമൂഹം അദ്ദേഹത്തെ ആദരിക്കും. ഓൺലൈനായാണ് ചടങ്ങ്. അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഗൾഫ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 30-ൽ പരം മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആദരം. KSUവിലൂടെ രാഷ്ട്രീയം ആരംഭിച്ച ഉമ്മൻചാണ്ടി നിയമസഭാ സാമാജികത്വത്തിന്റെ സുവർണ ജൂബിലി തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ജന്മദിനം. 50 ആണ്ട് പിന്നിടുന്നതിനിടെ 2 തവണ മുഖ്യമന്ത്രി കസേരയിലുമിരുന്നു ഉമ്മൻചാണ്ടി. പതനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ട് പിൻസീറ്റിലേക്ക് ഇറങ്ങിയിരുന്ന നേതാവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുമെന്ന് പ്രവർത്തകർ ഉറപ്പിക്കുന്നു. അധികാരം UDFനെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന മറുപടി നൽകി ഉമ്മൻചാണ്ടിയും ആ സസ്പെൻസ് അവശേഷിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. $3 ലക്ഷം കാണാതായത്. ഹാക്കർമാർ തട്ടിയെടുത്തെന്നാണ് പാർട്ടി FBI-ക്ക് നൽകിയ പരാതി. ട്രംപിന്റെ വിജയമുറപ്പാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി സമാഹരിച്ച പണമാണ് അക്ഷരാർത്ഥത്തിൽ ആവിയായത്. കാണാതായത് 17 കോടി രൂപയ്ക്ക് തുല്യമായ $23 ലക്ഷം. വിൻസ്കോയിനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അനുവദിച്ചതാണ് ഫണ്ട്. പിൻവലിക്കാനെത്തിയപ്പോൾ പണം കാണാനില്ലെന്ന് പാർട്ടി ഭാരവാഹികൾ. We worked with the RNC. They notified the FBI. The FBI in DC then contacted the field office, and I received a call from the Madison field office FBI. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള ചെലവിനായി വിവിധ കരാറുകാർക്ക് വൗച്ചറുകൾ നൽകിയിരുന്നു. പണം പിൻവലിക്കാൻ കരാർ എടുത്തവർ എത്തിയപ്പോഴാണ് എല്ലാം പിൻവലിച്ചതായി അറിയുന്നത്. വ്യാജ വൗച്ചറുകൾ ഉണ്ടാക്കി പണം തട്ടിയെന്ന പരാതിയിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം തുടങ്ങി. ട്രംപിന്റെ പാർട്ടിയിലുള്ളവർ തന്നെയാണ് മോഷണത്തിനും പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. T20-യിൽ 1000 സിക്സ് തികച്ച ക്രിസ് ഗെയിൽ. രാജസ്ഥാനെതിരെ 7ാം സിക്സ് അടിച്ചപ്പോഴാണ് അപൂർവ നേട്ടത്തിൽ ഗെയിൽ എത്തിയത്. 63 പന്തിൽ 8 സിക്സും 6 ഫോറും അടക്കം 99 റൺസ് എടുത്താണ് ഗെയിൽ പുറത്തായത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.